ഇന്ത്യയിൽ തക്കാളിയുടെ വില ഇപ്പോൾ വല്ലാതെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തക്കാളി വില കൂടിയതോടെ സാമ്പാർ മുതലുള്ള ഇഷ്ടവിഭവങ്ങൾ ജനങ്ങൾ തീന്മേശയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു മാസം മുമ്പ് കിലോയ്ക്ക് 30 രൂപ ഉണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ 200 രൂപയോടടുത്താണ് വില. തക്കാളി മാത്രമല്ല മറ്റ് പച്ചക്കറികൾക്കും വില കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പച്ചക്കറികളുടെ വില കുതിച്ചു വരുന്നത് കണക്കിലെടുത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി നടപ്പാക്കുകയാണ് എന്നാണ് വാർത്ത വരുന്നത്. ഇനി മുതൽ സർക്കാർ ഡൽഹി, ലക്നൗ, പട്ന തുടങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ കിലോയ്ക്ക് 90 രൂപയ്ക്ക് തക്കാളി വിൽക്കാൻ തുടങ്ങുകയാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്ന് തക്കാളി സംഭരിച്ച് വിലക്കയറ്റം കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എന്നിങ്ങനെയുള്ള സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം ഒരാൾക്ക് സബ്സിഡി നിരക്കിൽ 2 കിലോ തക്കാളി വരെ വാങ്ങാൻ കഴിയും. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ചന്തകളിൽ നിന്നാണ് സർക്കാർ തക്കാളികൾ വാങ്ങി വിൽപ്പന നടത്തുന്നത്. മൊബൈൽ വാനുകൾ വഴിയും തക്കാളി വിൽക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ലക്നൗ, കാൺപൂർ, ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ വാരാന്ത്യങ്ങളിൽ തക്കാളി എത്തിക്കും എന്നാണ് റിപ്പോർട്ട് വരുന്നത്. എന്തായാലും തക്കാളിയുടെ വില കുത്തനെ കൂടിയതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് അവതാളത്തിലായ നിലയിലാണ്. വില വർധനവിനെ തുടർന്ന് തക്കാളി വാങ്ങുന്നത് തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചത് 7% ഇന്ത്യക്കാരാണ് എന്നാണ് ഗവേഷണ സ്ഥാപനമായ ലോക്കൽ സർക്കിൾസ് പുറത്തുവിട്ട ഒരു സർവേ ഫലം. രാജ്യത്തെ 311 ജില്ലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എടുത്താണ് ഇവർ സർവേ തയ്യാറാക്കിയത്. സർവേയിൽ പങ്കെടുത്ത 75% പേരും പറഞ്ഞത് തങ്ങൾ തക്കാളിയുടെ ഉപയോഗം വലിയ തോതിൽ കുറച്ചു എന്നാണ്. കിലോയ്ക്ക് 100 മുതൽ 150 രൂപ വരെ വില നിലവാരത്തിലാണ് 32% പേർ തക്കാളി വാങ്ങിക്കുന്നത്. അതേസമയം 6%-ലധികം പേർ തക്കാളി വാങ്ങിക്കുന്നത് 150 രൂപയിലധികം കിലോയ്ക്ക് വില നൽകിയാണ്. ഇതിനിടെ മക്ഡൊണാൾഡ്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ മെനുവിൽ നിന്ന് തക്കാളി ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്.